ഒരുപാട് പെൺകുട്ടികളിലും അതുപോലെ തന്നെ ആർത്തവം നിൽക്കുന്നതിന് മുൻപ് സ്ത്രീകളിലുള്ളൊരു ബുദ്ധിമുട്ടാണ് ഡിസ്മെനോറിയ അഥവാ പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വേദനയൊക്കെ ഒന്ന് കുറച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പേര് ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വേദന എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. എന്നിട്ട് അവർ പോയിട്ട് പെയിൻ കില്ലേഴ്സൊക്കെ എടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലതാണോ? അപ്പോൾ എല്ലാ മാസവും നമുക്ക് സ്ത്രീകൾക്ക് പീരീഡ്സ് ആവാറുണ്ട്, പെൺകുട്ടികൾക്ക് പീരീഡ്സ് ആവാറുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാ മാസവും നമ്മൾ ഈ ഒരു പെയിൻ കില്ലേഴ്സ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വല്ലാതെ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നൊരു ലൈഫായിട്ട് മാറും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് നാച്ചുറലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതാണ് മെയിനായിട്ട് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഈ വേദന എന്ന് പറയുന്നത് വയറിന് വേദന ഉണ്ടാവാം, അടിവയറ്റിന്ന് വേദന ഉണ്ടായിരിക്കാം, ഈ വേദന നടുവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കാലുകളിലോട്ട് ഇറങ്ങി വരുന്ന വേദന ഉണ്ടായിരിക്കും. ചില ആളുകൾക്കാണെങ്കിൽ ഫുൾ ബോഡി പെയിൻ ഉണ്ടായിരിക്കാം, ചില ആളുകൾ ഫുൾ ടൈം കിടത്തായിരിക്കും. ആ ദിവസം അവരിപ്പോൾ ജോലിക്ക് പോകുന്ന വ്യക്തികളൊക്കെ പഠിക്കാൻ പോകുന്നവർക്കാണ് അന്ന് അവർ ലീവ് എടുക്കണം, അവർക്കത് പറ്റില്ല, അവർക്ക് അത്രയും സഹിക്കാൻ പറ്റാത്ത പെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ആണെങ്കിൽ അന്ന് ഛർദിയും ഓക്കാനവും തലചുറ്റലും അങ്ങനെയുള്ള പല രീതിയിലാണ് ഓരോ പേഴ്സണിൽ ഈ ഒരു സിംറ്റംസ് കാണിച്ചു വരുന്നത്. അപ്പം ഇങ്ങനെ ഫസ്റ്റ് തന്നെ വേദന വരുന്നതിന് നമ്മൾ അതൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, ചില കേസുകളെല്ലാം തന്നെ നോർമലായിട്ടുള്ള പെയിൻ അല്ല. ചില കേസുകളിൽ അത് അബ്നോർമലായിട്ട് മറ്റെന്തെങ്കിലും ഒരു അസുഖത്തെ കാണിക്കുന്നതുമായിട്ടാണ് ഈ ഒരു വേദന നല്ല ശക്തമായിട്ട് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാ തവണയും വേദന വന്നു കഴിഞ്ഞാൽ ലീവ് എടുത്ത് കിടന്നുറങ്ങുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോടാണോ ഇത്ര ഡീപ്പായിട്ട് പെയിൻ വരുന്നത് എന്നൊക്കെ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നോർമലി ഒരു ചെറിയ പെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്കെയാണ്, അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ആ ഒരു പെയിൻ വരുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺസ് ഓവുലേഷൻ്റെ സമയത്ത് ഓവുലേഷന് മുൻപായിട്ട് ഉൽപ്പാദിപ്പിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആ പീരീഡ്സിൻ്റെ സമയത്ത് അണ്ടോൽപാദനത്തിന് ഈ ഒരു ഹോർമോൺസ് വേണം. അപ്പോൾ ആ ഒരു ഹോർമോൺസ് ഉണ്ടാകുന്ന സമയത്താണ് പെയിൻ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓവുലേഷൻ അവിടെ നടക്കാം എന്നുള്ളൊരു ചാൻസസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് വലിയ പ്രശ്നമുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പെയിനിന് ഈ ഒരു ഡിസ്മെനോറിയ കണ്ടീഷനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും. അപ്പോൾ പ്രൈമറി ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നോർമലായിട്ട് വരുന്ന പെയിനാണ്, അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ട്രീറ്റ്മെൻറ്റ്സോ കാര്യങ്ങളൊന്നും എടുക്കേണ്ട. സെക്കൻഡറി പെയിൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു അസുഖത്തിനോട് അനുബന്ധിച്ചിട്ടുണ്ടാകുന്ന പെയിനാണ്. അപ്പോൾ അസുഖം എന്ന് ഉദ്ദേശിക്കുന്നത് യൂട്രസും അതുപോലെ തന്നെ സെർവിക്സും ഒക്കെ ഒരു ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളാണ് പറയുന്നത്. അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ചില ആളുകൾക്ക് നല്ല ശക്തമായിട്ടുള്ള വേദനയും കാര്യങ്ങളൊക്കെ വരാം. അപ്പം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും സിസ്റ്റുകളെ കുറിച്ചിട്ടൊക്കെ. അതിൽ വളരെ കോമൺ ആയിട്ട് ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുവരുന്നതാണ് PCOD അഥവാ പോളിസിസ്റ്റിക് ഒവാരിയൻ ഡിസീസ്. ഈ സിസ്റ്റ് വളരെ വലുതായി കഴിഞ്ഞാലൊക്കെ ആളുകളിൽ ശക്തമായിട്ടുള്ള വേദനയാണ് പീരീഡ്സ് സമയങ്ങളിൽ. നമ്മളത് അത്ര ചിലപ്പം മൈൻഡ് ആക്കണം എന്നില്ല. ചിലപ്പോൾ വീട്ടിൽ അമ്മമാരൊക്കെ പറയും അതൊക്കെ കോമൺ ആയിട്ട് സ്ത്രീകൾക്കുള്ള വേദനയാണ് എന്നൊക്കെ. പക്ഷെ ഒരു പക്ഷേ അത് ചിലപ്പോൾ PCOD ആയിരിക്കും. കാരണം ഇന്നത്തെ സമൂഹത്തിൽ PCOD ഒരുപാട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഒരു 80% പെൺകുട്ടികൾ എടുത്ത് നോക്കുകയാണെങ്കിലും അവരുടെ പീരീഡ്സ് ഇറഗുലറാണ്. ഇപ്പം ഒരു റെഗുലറായിട്ട് ആർക്കും പീരീഡ്സ് ആവുന്നില്ല. കാരണം ഒരു മാറിയ ലൈഫ് സ്റ്റൈലാണ്. നമ്മളെല്ലാവരും ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്നു, ഹെൽത്തി അല്ലാത്ത ഫുഡ് കഴിക്കുന്നു, വ്യായാമമില്ലാത്തൊരു ജീവിത രീതി ഫോളോ ചെയ്യുന്നു, അമിതവണ്ണം വെക്കുന്നു, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു, PCOD പോലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നു. അപ്പോൾ PCOD ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഡയറ്റ് മാത്രം മതിയാവും, ഭക്ഷണം മാത്രം കൺട്രോൾ ചെയ്ത് നിങ്ങൾ മെയിനായിട്ടും ഷുഗർ കംപ്ലീറ്റ് കട്ട് ചെയ്ത് അരിയാഹാരത്തിൻ്റെ അളവ് കുറച്ച് നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് PCOD മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്ക് PCOD വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് ഇൻഫെർട്ടിലിറ്റി പോലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കാറുണ്ട്. അപ്പം അതെല്ലാം തന്നെ ഒരു ഗുരുതരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ PCOD ഉള്ള എല്ലാവർക്കും ഈ പീരീഡ്സ് ഇറഗുലർ ആവണം എന്നില്ല, അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്ത് നോക്കുക. ഇടയ്ക്കിടയ്ക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒക്കേഷണലി ഒന്ന് ചെയ്ത് നോക്കുക. പീരീഡ്സ് ഇറഗുലറാണ്, ഓവർ ഹെയർ ഗ്രോത്തും കാര്യങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ അമിതമായിട്ട് വെയിറ്റ് കൂടുന്നു, ഷുഗർ വരുന്നു, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടൊരു സ്കാനിങ് എടുത്ത് നോക്കേണ്ടതാണ്. ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് PCOD വന്നു കഴിഞ്ഞാലും പീരീഡ്സിൽ ഇറഗുലാരിറ്റി കാണിക്കാം, പെയിൻഫുൾ ആയിരിക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, എൻഡോമെട്രിയോസിസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ട്. അത് ഈ യൂട്രസിൻ്റെ ലൈനിങ് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ വളരുന്നൊരു കണ്ടീഷനാണ്. അതുപോലെ തന്നെ അഡിനോമയോസിസ് ഉണ്ട്, ഉള്ളിലായിട്ട് യൂട്രസ് ലൈനിങ് വളരുന്നതാണ്. അതുപോലെ തന്നെ ചോക്ലേറ്റ് സിസ്റ്റ് പോലുള്ള സിസ്റ്റ് ഫോർമേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ഈ ഒരു പീരീഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെയുള്ള ഒരു കണ്ടീഷനാണ് PID, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്നത് ഈ വെള്ളപ്പോക്ക്, ഡിസ്ചാർജ് ഒക്കെ വരുന്നതാണ്. അപ്പം അത് നമ്മുടെ യോനിയിൽ നിന്നും വരുന്നുണ്ടെങ്കിലും നമുക്ക് ശക്തമായിട്ടുള്ള വേദന ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതിൻ്റെ കളർ വ്യത്യാസമോ അല്ലെങ്കിൽ നിറവ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടൊരു ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. അപ്പം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ PID ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ നല്ല ശക്തമായിട്ടുള്ള നടുവേദനയും അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലും അസിഡിക് പ്രോബ്ലംസ് ഒക്കെ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്. അപ്പം അവരാണെങ്കിൽ എത്ര ഫുഡ് കഴിച്ചാലും തടിക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് സിംറ്റംസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്.
അപ്പം എന്തൊക്കെ കുറച്ച് നാച്ചുറൽ റെമഡീസ് എന്തൊക്കെയാണ്? അപ്പോൾ വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉലുവ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ ജീരകം വറുത്ത് കുടിച്ചിട്ടുള്ള വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ചണവിത്ത് പൊടിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ നല്ലതാണ്. അടിവയറ്റിൽ നമുക്ക് ഹോട്ട് വാട്ടർ ബാഗ് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു കട്ടൻ ചായ എടുത്തിട്ട് മധുരമിടാത്ത കട്ടൻ ചായ അല്ലെങ്കിൽ വളരെ കുറച്ച് മധുരം ആഡ് ചെയ്യാം. അതിലോട്ട് ചെറുനാരങ്ങ, ഒരു അര കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞത് നമുക്ക് കുടിക്കുന്നുണ്ടെങ്കിൽ ഡെയിലി 1-2 തവണ നിങ്ങൾ ഈ ഒരു പീരീഡ്സിൻ്റെ പെയിൻ ഉള്ള സമയത്ത് കുടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്രാംസും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാൻ സാധിക്കും. പിന്നെ ചോക്ലേറ്റ്സിലൊക്കെ മാഗ്നീഷ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇതും ക്രാംസ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ നേന്ത്രപ്പഴം കഴിക്കുന്നതൊക്കെ ഈ സമയങ്ങളിൽ നല്ലതാണ്. ഒട്ടുമിക്ക ആളുകൾക്ക് ഫുഡൊന്നും അധികം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് ഒട്ടുമിക്ക ആ ഒരു സമയത്ത് നമുക്ക് കൂടുതൽ വോമിറ്റിംഗ് അല്ലെങ്കിൽ കിടക്കണം, എന്തെങ്കിലും ഒരു തലയണ പില്ലോ വയറുമേൽ വെച്ചിട്ട് കിടക്കാനൊക്കെയാണ് ഒട്ടുമിക്ക ആളുകൾക്ക് തോന്നുന്നത്. അപ്പം സമയത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്നുണ്ടാക്കാൻ പറ്റുന്നത് വെളുത്തുള്ളി കൊണ്ടാണ്. നമുക്ക് 1 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് പാലും വേണം. ഇതിലോട്ട് 1-2 വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് തിളപ്പിക്കുക. ഇത് നിങ്ങൾ ദിവസവും ഒരു 3 നേരമായിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു നമുക്ക് ആ ക്രാംസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഓക്കാനം, ഛർദി പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഉലുവയാണെങ്കിലും അത് നമുക്ക് ജസ്റ്റ് വറുത്തിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ വേദന കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുടംപുളി ഈ സമയത്ത് ചെറുതായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ചെറിയൊരു പീസ് മതി, അതും ഇങ്ങനെ ഒരു 3 ഗ്ലാസ് വെള്ളത്തിൽ ഒരു കഷ്ണം കുടംപുളി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നതൊക്കെ ഈ ക്രാംസൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മെയിനായിട്ടും പീരീഡ്സിൻ്റെ സമയത്ത് ആളുകൾക്ക് വരുന്ന ബുദ്ധിമുട്ട് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം. ഇല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുക. നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. പിന്നെ സ്ത്രീകളെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിലും അവർക്ക് ബ്ലീഡിങ് ചിലപ്പോൾ ഭയങ്കര കൂടുതലായിരിക്കാം, ചിലർക്ക് ബ്ലീഡിങ് കുറവായിരിക്കാം, പെയിൻഫുൾ ആയിരിക്കാം പീരീഡ്സ്. അതൊക്കെ ഒന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമലി ഒരു ആർത്തവ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു 28 ദിവസത്തെ സൈക്കിളാണ് നോർമലി ഉണ്ടാവുന്നത്. അത് ഒട്ടുമിക്ക ആളുകളിലും ഇപ്പോൾ ചേഞ്ചസ് ഉണ്ടാവും. 30 ഡേയ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു 25-26 ഡേയ്സ് സൈക്കിളായിരിക്കാം. ബിലോ 20 ആവുന്നതും അതുപോലെ തന്നെ അബോവ് 35 ആവുന്നതും സമയത്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം മെയിനായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിലൊക്കെ ആണെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതൽ ഷുഗറി ഐറ്റംസ് ഒക്കെ കഴിക്കാതിരിക്കുന്ന സമയത്ത് ചോക്ലേറ്റ് വലിയ പ്രശ്നമല്ല, അല്ലാത്ത പക്ഷം പഞ്ചസാര, ടേബിൾ ഷുഗർ ഒന്നും കൂടുതൽ കഴിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെയിനും കാര്യങ്ങളും കുറച്ചെടുക്കാം. നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.